ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അത് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റിക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നട്ടുച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല വിശപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആദ്യം വിശപ്പ് മാറ്റിയിട്ട് സ്റ്റിക്കൊക്കെ വാങ്ങിക്കാൻ പോകാമെന്നുള്ള രീതിക്ക് നമ്മൾ തിരുവനന്തപുരത്തുള്ള ഒരു ഹോട്ടലിൽ കയറി. കറക്റ്റ് സ്ഥലവും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, കാരണം എൻ്റെ നാട് വന്നിട്ട് കൊല്ലത്താണ്. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട് വന്നിട്ട് തിരുവനന്തപുരത്ത്. അപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല. എന്തായാലും ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ബിരിയാണി കഴിച്ചു. ബീഫ് ബിരിയാണി ആയിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. കൂടെ സലാഡും ഒരച്ചാറും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു. കൂടെ കോക്കോളയും വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് ഇച്ചിരി സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചൂണ്ട മീൻസ് ഈ നമ്മൾ ഫിഷിങ്ങിനായിട്ടുള്ള സ്റ്റിക്കും കാര്യങ്ങളും. അപ്പോൾ ഒരു ലൈമൊക്കെ കുടിച്ചിട്ടാണ് പിന്നെയും പോയത്. ഞാൻ ഈ കുട്ടിത്തരം മാറാത്തതുകൊണ്ട് ഈ സ്ട്രോയൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടൻ ആദ്യം തന്നെ സ്ട്രോ പിടിച്ച് വാങ്ങിച്ച് കളയുന്ന വീഡിയോയാണ്. എന്നിട്ട് കുടിച്ചിട്ട് മുക്കാലും കുടിച്ച് തീർത്തു. ലാസ്റ്റ് എനിക്ക് ശകലം മാത്രമേ കിട്ടിയിട്ടുള്ളായിരുന്നു. ബാക്കി അത്രയും ചേട്ടൻ തന്നെ കുടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. ഇനി നീ കുടിച്ചോ എന്നും പറഞ്ഞ് ഇട്ടുള്ള വീഡിയോയും കാര്യങ്ങളുമാണ്. കണ്ടോ ഗായ്സ്, എനിക്ക് ഇത്രേ തന്നിട്ടുള്ളൂ. വേറെ ഒന്നുമല്ല, എൻ്റെ കയ്യിരിപ്പ് കൊണ്ട് തന്നെ. പിന്നെ അതും കുടിച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റിക്ക് വാങ്ങിക്കാനുള്ള കടയിലേക്ക് പോയത്. അതിൽ നമ്മൾ ആദ്യം തന്നെ കൊരുപ്പായിട്ടിടാനുള്ള ഫ്രോഗും കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. ഫ്രോഗ് ഉണ്ടായിരുന്നു, 5-6 ഐറ്റം ഫിഷിങ്, ചെറിയ ചെറിയ മീനിൻ്റെ കൊരുപ്പൊക്കെ ഉണ്ടായിരുന്നു, റബ്ബറിൻ്റെ കൊരുപ്പായിട്ടിടാനുള്ളത്. ഞങ്ങൾ ഇതിൽ നിന്ന് 2 ഐറ്റം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 4-5 കളറുണ്ടായിരുന്നു. ചേട്ടന് കറുപ്പ് കളറൊക്കെ ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. എനിക്ക് വന്നിട്ട് ചുവപ്പ് മതി, ഇച്ചിരി വെറൈറ്റി ആയിട്ട് ഉള്ള രീതിക്കാണ് നോക്കിയത്. ഇതിൽ മീൻ പിടിക്കോ ഇല്ലെന്നൊന്നും അറിഞ്ഞൂടെ. എല്ലാവരും വീഡിയോസിൽ ഇതൊക്കെ ഇട്ടല്ലേ മീനിനൊക്കെ പിടിക്കുന്നത്. അപ്പം നമ്മളായിട്ട് എന്തിനാണ് ഇതൊക്കെ കുറയ്ക്കുന്നതെന്നുള്ള രീതിയിൽ അവിടെ പോയപ്പോൾ വലിയ ജ്വല്ലറിയുടെ മുമ്പിൽ ഏതെടുക്കട്ടെ എന്നുള്ള ഒരിതായിരുന്നു. 2-3 ഐറ്റം വാങ്ങിക്കാൻ പോയപ്പോൾ ഒരു വലിയ ലോകം തന്നെയായിരുന്നു ഫിഷിംഗ് ടൂൾസിൻ്റെയൊക്കെ. അപ്പോൾ കുറേ വാരിയിട്ട് ഫ്രോഗ് തന്നെ പല ഐറ്റം ഉണ്ടായിരുന്നു. അതിൽ പല കളറ്, പല ക്വാളിറ്റി ബേസാണെന്ന് തോന്നുന്നു. കറക്റ്റ് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും നമ്മൾ അതിൽ നിന്ന് 5-6 ഐറ്റം വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് അതിലിടാനുള്ള തവളയെ കണക്ട് ചെയ്തിടുന്ന സ്റ്റിക്കിലുമായിട്ട് ജോയിൻ ചെയ്യുന്ന സ്ക്രൂ പോലത്തെ, സ്ക്രൂ അല്ല, ചെറിയൊരു കൊളുത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് പെരുമാന്തുറ അങ്ങനെ എന്തോ സ്ഥലമാണ്. കറക്റ്റ് എനിക്ക് ലൊക്കേഷൻ പറഞ്ഞുതരാൻ അറിയത്തില്ല. എങ്കിലും അവിടെ ഇല്ലാത്ത ഐറ്റംസ് കുറവായിരുന്നു. സ്റ്റിക്കായാലും അതിൻ്റെ കൊരുപ്പുകളായാലും നൂല്, അതിൻ്റെ ക്വാളിറ്റി ബേസിൽ 5-6 ഐറ്റം കാണിച്ചു തരും. അതുപോലെ നമുക്ക് ഈയക്കട്ട തന്നെ ഈ ചെറിയ കനം കുറഞ്ഞ നൂലിലിടാനുള്ളതും കനം കൂടിയ നൂലിലിടാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത് ചേട്ടൻ നോക്കുന്നത് സ്റ്റിക്കാണ്. നമ്മൾ അവിടെ വെച്ച് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. കാണാൻ അടിപൊളിയായിരുന്നു. അവിടെ വെച്ചൊന്നും മനസ്സിലായില്ല. പക്ഷേ വീട്ടിലോട്ട് കൊണ്ടുവന്ന വഴിക്കായിരുന്നു സംഭവം 2-3 അടുത്ത് പൊട്ടിയിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ചത്. പിന്നെ കടയുടെ വെളിയിലിറങ്ങി അവർ മാറ്റിയെടുക്കത്തില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അതവിടെ വെച്ചിട്ട് തന്നെ ഇച്ചിരി കൂടെ കൂടി ഒരു ഐറ്റം എടുത്തപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് ഫുൾ ചെക്ക് ചെയ്തിട്ടേ സാധനം കടയുടെ വെളിയിൽ കൊണ്ട് ഇറക്കാവും. ഇത് പിന്നെ അതിൻ്റെ കൊരുത്തിടാനുള്ള കൊളുത്തുകളാണ്. ഈ ഫ്രോഗും ഫിഷൊക്കെ കൊരുത്തിടാനുള്ള കൊളുത്തുകളാണ് സ്റ്റിക്കിൽ കൊരുത്തിടുന്ന. കുറേ വെറൈറ്റി ഐറ്റം ഉണ്ട് കേട്ടോ. 1-2 അല്ല, ഒരു 9-10 ഐറ്റം ഉണ്ടായിരുന്നു. സത്യത്തിൽ ഇതിൽ 2-3 നേരിട്ട് കണ്ടിട്ടുള്ളൂ. അവിടെ പോയതിൻ്റെ ഇതിൽ കുറേ വെറൈറ്റി ഐറ്റം ഹൂക്കുകൾ കാണാൻ പറ്റി. മാത്രമല്ല ഈയക്കട്ടയുടെ കുറേ വെറൈറ്റി കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ ചെറുതാണെങ്കിൽ അതിലൊരു നൂല് പോലത്തെ പോയിട്ടുണ്ട്. അതിങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി. നമ്മൾ ഈ നൂലിലില്ലേ തിരിക്കിങ്ങനെ ഞരടി വെച്ചാൽ മതി, അതിൽ സെറ്റ് ആയിക്കോളും. കനം കുറഞ്ഞതിനുള്ളത് തൊട്ട് കനം കൂടിയ നൂലിൽ വരെ ഇടാനുള്ളതുണ്ട്. ചിലവർ വലയിലൊക്കെ ഈ കടലിലൊക്കെ പോയി ഫിഷിങ് ചെയ്യണില്ല, അതിന് വേണ്ടിയിട്ടുള്ള ഈയക്കട്ടയും കാര്യങ്ങളൊക്കെയാണ് ഇതിലിപ്പോൾ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ തോട്ടിലൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇടുന്നത്. ഇതുവരെ കടലിൽ പോയിട്ടിട്ടില്ല. ഇടയ്ക്ക് നമ്മൾ കായലിൽ പോയിട്ടിട്ടുണ്ടായിരുന്നു. ആക്കുളം കായലിൽ നമുക്കൊന്നും കിട്ടിയില്ല, അടുത്തുള്ളവർക്കൊക്കെ കിട്ടി. എന്തായാലും അത്യാവശ്യം കാര്യങ്ങൾ സ്റ്റിക്കും പിന്നെ 5-6 ഈയക്കട്ടയും പിന്നെ കൊരുപ്പുകളും. കാരണം ഫ്രോഗിൻ്റെയും ഫിഷും ഇതിൽ കാണുന്നതൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര. ബൈ.